അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ പാകിസ്ഥാൻ ഇനിയും തയ്യാറായിട്ടില്ല എന്നാണ് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്നലെ നടന്ന സ്ഫോടനം തെളിയിക്കുന്നത്. ഇതൊരു ചാവേർ ആക്രമണമാണെന്ന് ഡൽഹി പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതിന്റെ പിന്നിൽ യാതൊരു സംശയവുമില്ല, പാകിസ്ഥാനാണ്. അവരുടെ സൈന്യമുണ്ട്, അവരുടെ രഹസ്യാന്വേഷണ സംഘടനയായ ISI ഉണ്ട്. അവരാണ് ഭീകര സംഘടനകളെ ഉപയോഗിച്ച് ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്നത്. സിന്ദൂർ തിരിച്ചടിക്ക് ശേഷവും പാകിസ്ഥാന് കാര്യങ്ങൾ വേണ്ട പോലെ ഗ്രഹിച്ചിട്ടില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. യാതൊരു സംശയവും വേണ്ട, ഇത്തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമായാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ അവര് ശക്തമായ തിരിച്ചടി വാങ്ങിക്കെട്ടുക തന്നെ ചെയ്യും. ഇത് ഒരു ഭീകരാക്രമണമാണോ, ഇതിന് പിന്നിൽ ആരാണ് ഉള്ളത് എന്നൊക്കെ രാവിലെ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച അമിത്ഷാ വെളിപ്പെടുത്തിയിരുന്നില്ല. പോലീസും അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നൽകാൻ തയ്യാറായില്ല. പക്ഷേ ഇത് സംബന്ധിച്ച കേസെടുത്തത് UAP അനുസരിച്ചാണെന്ന് വ്യക്തമായതോടുകൂടി ഇത് ഒരു ഭീകരാക്രമണമാണ് എന്ന മട്ടിലാണ്, ആ അനുമാനത്തിലാണ് പോലീസ് മുന്നോട്ട് നീങ്ങുന്നത് എന്ന് വ്യക്തമായിരുന്നു. UAP എന്ന് പറഞ്ഞാൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. ഇന്ന് ഭീകരപ്രവർത്തനത്തിനായിട്ട് ഇന്ത്യയിലുള്ള ഏറ്റവും ശക്തമായ നിയമമാണ് UAPA. ആ വകുപ്പ് അനുസരിച്ച് കേസെടുത്തോടുകൂടി ഇതൊരു ഭീകര പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഭീകരരാണ് ഇതിന്റെ പിന്നിൽ എന്ന് വ്യക്തമായിരുന്നു. ഇപ്പോൾ പോലീസ് അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതൊരു ചാവേർ ആക്രമണമായിരുന്നു എന്നാണ് പറയുന്നത്. പൊട്ടിത്തെറിച്ച ഒരു കാറിലെ 3 യാത്രക്കാർ ഉണ്ടായിരുന്നു. അവര് ചാവേറുകളായിരിക്കാനാണ് സാധ്യത. സ്ഫോടനത്തിന് ചെങ്കോട്ട തിരഞ്ഞെടുത്തതിൽ നിന്നും ഇത് വ്യക്തമായിരുന്നു. കാരണം ഇന്ത്യയുടെ പരമാധികാരത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ചെങ്കോട്ട. ഇത് നേരത്തെ മുഗൾ സാമ്രാജ്യത്തിന്റെ രാജധാനിയായിരുന്നു. പിന്നീട് ഇപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മുടെ പ്രധാനമന്ത്രിമാരെ സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നതും ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതും ചെങ്കോട്ടയിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അധികാരത്തിന്റെ ഒരു കേന്ദ്രമാണ് എന്ന്. ചെങ്കോട്ടയിൽ ഒരു ആക്രമണം നടത്തുമ്പോൾ അതിന് ലഭിക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ്. കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടും, അതുപോലെ രാഷ്ട്രീയ ശ്രദ്ധ ഇതിലേക്ക് തിരിയും. ലോകം ഈ സംഭവത്തെ വളരെ ഗൗരവത്തോടുകൂടി കാണുകയും ചെയ്യും. ഏതെങ്കിലും ഒരു നഗരത്തിന്റെ വ്യത്യസ്തമായ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു ആക്രമണം നടത്തുന്നത് പോലെ അല്ല ചെങ്കോട്ട പോലെ ഡൽഹിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടമായ ഒരിടത്തിൽ വലിയ ജനത്തിരക്കുള്ള ഒരു ഭാഗത്ത് ഇത്തരത്തിൽ കടന്നാക്രമണം നടത്തുന്നത്. പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ബോംബ് സ്ഫോടനങ്ങൾ അതൊക്കെ കൂടുതൽ ശ്രദ്ധ, പബ്ലിസിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഭീകരത ചെയ്യുന്നത്. ഇവിടെയും അതുതന്നെ ആയിരിക്കണം അവരുടെ ഉദ്ദേശം എന്നുള്ളത് വളരെ കൃത്യമാണ്. സ്ഫോടനത്തിന് ഭീകരർ തിരഞ്ഞെടുത്ത സമയവും വളരെ പ്രധാനപ്പെട്ടതാണ്. ബീഹാറിലെ 2ാം ഘട്ട വോട്ടെടുപ്പ് അല്ലെങ്കിൽ അവസാന ഘട്ട പോളിംഗ് നടക്കുന്നതിന്റെ തൊട്ട് തലേന്നാണ് ഡൽഹിയിലെ സ്ഫോടനം ഉണ്ടായത്. രാജ്യത്തെ ഒരു പ്രധാന സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്തണമെന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഭീകരരുടെ ഈ ഭീഷണിക്ക് ബീഹാറിലെ ജനങ്ങൾ ഒട്ടും വഴങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അതിന് ചെവി കൊടുത്തിട്ടില്ല എന്നാണ് അവിടെ നിന്നുള്ള പോളിംഗ് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാവിലെ 11 മണി വരെ 31.38% പോളിംഗ് ബീഹാറിൽ നടന്നു കഴിഞ്ഞു. കനത്ത തോതിലുള്ള പോളിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 9 മണിക്ക് പോളിംഗ് ശതമാനം 14.55 ആയിരുന്നു. ഇത് തന്നെ ഒരു സർവകാല റെക്കോർഡാണ്. 1ാം ഘട്ട പോളിംഗ് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് നിരക്കായിരുന്നു, 64.66%. അതുപോലും രാവിലെ 9 മണി വരെ നടന്ന പോളിംഗ് 13.13% മാത്രമായിരുന്നു. ആ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഈ 2ാം ഘട്ട പോളിംഗ് അല്ലെങ്കിൽ അവസാന ഘട്ടം, ആ പോളിംഗ് ശതമാനം കഴിഞ്ഞ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിനേക്കാൾ ഉയരും എന്നാണ് മനസ്സിലാകുന്നത്. അതിന്റെ അർത്ഥം ഈ ഭീകര പ്രവർത്തകർ നടത്തിയ ബോംബ് സ്ഫോടനത്തിന് ബീഹാറിലെ ജനങ്ങൾ ഒരു വിലയും കൽപ്പിച്ചില്ല. അതുകൊണ്ട് തങ്ങളെ ഭീഷണിപ്പെടുത്താനാവില്ല എന്ന് തന്നെയായിരുന്നു ബീഹാറിലെ ജനങ്ങളുടെ മനസ്സെന്ന് ഈ വോട്ടിംഗ് ശതമാനം തെളിയിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ കനത്ത സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹിയിലെ ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലത്താണ് ഇത് നടന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഗുജറാത്തിൽ ഒരു ഡോക്ടർ അടക്കം 3 പേരെ അവിടുത്തെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തിരുന്നു. ഭീകരപ്രവർത്തകരാണ് അല്ലെങ്കിൽ ഭീകര സംഘങ്ങളുമായി ബന്ധമുള്ളവരാണ് എന്ന അനുമാനത്തിലായിരുന്നു ഈ അറസ്റ്റ്. പിന്നീട് ഇന്നലെ ഡൽഹിക്കടുത്തുള്ള ഫരീദാബാദില് 8 പേരെ അറസ്റ്റ് ചെയ്തു.
അവരുടെ പക്കൽ നിന്ന് 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ അറസ്റ്റിലായ 8 പേരില് 3 പേര് ഡോക്ടർമാരാണ്. ഇത് വൈറ്റ് കോളർ ഭീകര സംഘമെന്ന് ഇന്റലിജൻസ് ഏജൻസികൾ വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന സംശയമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഡൽഹി പോലീസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫരീദാബാദിൽ അറസ്റ്റ് നടന്നതിന് ശേഷമാണ് ഡൽഹിയിലെ സ്ഫോടനം നടത്താനുള്ള തീരുമാനം ഉണ്ടായത് എന്നാണ്. പ്രബല ഇസ്ലാമിക ഭീകര സംഘടനയായ ലഷ്കർ എ തോയ്ബയുടെ ഒരു കമാൻഡർ സൈഫുള്ള സയ്യിദ് കഴിഞ്ഞ ദിവസം, അതായത് ഒക്ടോബർ 30 പാകിസ്ഥാനിലെ ഖേർപൂരിൽ നടന്ന ഒരു റാലിയില് ഇന്ത്യയിലെ ഭീകരാക്രമണം ഉടനെ നടക്കുമെന്ന് ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾക്കും ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തില്, അതായത് ഗുജറാത്തിൽ നിന്ന് 3 പേരെ അറസ്റ്റ് ചെയ്യുന്നു, ഫരീദാബാദിൽ നിന്ന് 8 പേരെ അറസ്റ്റ് ചെയ്യുന്നു, അവരുടെ പക്കൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ 2900 കിലോഗ്രാം അത് പിടിക്കുന്നു. എന്നിട്ടും ഈ ഡൽഹിയിൽ ഇന്നലെ വൈകുന്നേരം നടന്ന ഈ സ്ഫോടനത്തെ കുറിച്ച് മുൻകൂട്ടി അറിയാനോ അവിടെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനോ സാധിച്ചില്ല എന്നുള്ളത് ഇന്റലിജൻസ് ഏജൻസികളുടെയും സുരക്ഷാ ഏജൻസികളുടെയും വീഴ്ച തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഡൽഹി പോലീസും കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര ഭരണകൂടത്തിന് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പഹൽഗാമിലുണ്ടായ തീവ്രവാദി ആക്രമണം അത് സൃഷ്ടിച്ച മുറിവുകൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അതിന് തക്ക മറുപടി കൊടുത്തെങ്കിലും അതിന്റെ വേദനിപ്പിക്കുന്ന സ്മരണകൾ നമ്മളെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. സ്വാഭാവികമായും സിന്ദൂർ ഓപ്പറേഷനിൽ പാകിസ്ഥാൻ നേരിട്ട പരാജയം അതവരെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവണം. അതിന് പകരം വീട്ടാൻ അവർ കാത്തിരിക്കുകയായിരുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ISIയുടെയും പിന്തുണയോടുകൂടി ഭീകരന്മാരുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് ഏജൻസികള് മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ്. അത് മാത്രമല്ല, ഈ അടുത്ത ദിവസം പാകിസ്ഥാനിൽ ഉണ്ടായ ചില സംഭവവികാസങ്ങൾ അത് ഇന്ത്യ വളരെ പ്രാധാന്യത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയിൽ നടന്ന പഹൽഗാം അടക്കമുള്ള ഭീകര പ്രവർത്തനങ്ങൾ അതിന്റെ പിന്നിലുണ്ടായിരുന്ന ബുദ്ധികേന്ദ്രം ഈ അസീം മുനീർ ആയിരുന്നു. അയാൾക്ക് ഇപ്പോൾ കൂടുതൽ അധികാരങ്ങൾ പാകിസ്ഥാനിൽ ലഭിക്കാൻ പോവുകയാണ്. കരസേന, നാവികസേന, വ്യോമസേന എന്നീ 3 വിഭാഗങ്ങളുടെ മൊത്തത്തിലുള്ള തലവനായിട്ട് അയാളെ നിയമിക്കാൻ, ഈ അസീം മുനീറിനെ നിയമിക്കുന്നതിന് പാകിസ്ഥാൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന പുതിയ തസ്തികയിലേക്കാണ് അയാൾ ഉയരാൻ പോകുന്നത്. അയാൾക്ക് കൂടുതൽ സൈനിക അധികാരം ലഭിക്കുന്ന പശ്ചാത്തലവും സാഹചര്യവും ഇന്ത്യ വളരെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ടതുണ്ട്. തീക്കൊള്ളി കൊണ്ട് തലചൊറിയുക എന്നത് പാകിസ്ഥാന്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. അതിന് തക്കതായ തിരിച്ചടി കിട്ടിയാലും അവർ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇന്ത്യയോട് ഇതേ രീതിയിൽ കളിക്കാനാണ് പാകിസ്ഥാൻ ഇനിയും ശ്രമിക്കുന്നതെങ്കിൽ ഈ അസീം മുനീർ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് ഒക്കെ ആകുമ്പോൾ അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. എങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഒരിക്കലും മറക്കാത്ത മറുപടി അവർക്ക് ഇന്ത്യ നൽകിയിരിക്കും.